അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈക്കിൾസ് മോറൽ എക്സ്പെരിമെന്റ് ആയിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. സോ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആയിരുന്നു മൈക്കിൾസ് മോറൽ എക്സ്പെരിമെന്റ്. മൈക്കിൾസ് മോറൽ എക്സ്പെരിമെന്റിന്റെ ബേസ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ യൂണിവേഴ്സിൽ മൊത്തം എല്ലാ സ്പേസിലും ഈത്തർ എന്ന് പറയുന്ന ഒരു ലൂമിനസ്ഫറസ് ആയിട്ടുള്ള നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സബ്സ്റ്റൻസ് ഫിൽ ചെയ്ത് കിടക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു 19th സെഞ്ചുറിയുടെ തുടക്കത്തിൽ എല്ലാ സയന്റിസ്റ്റുകളും വിചാരിച്ചിരുന്നത്. അപ്പോൾ മൈക്കിൾസ് മോറൽ എക്സ്പെരിമെന്റിൽ അത് പ്രൂവ് ചെയ്യാനാണ് നോക്കിയത്, ഈത്തർ ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് നോക്കിയത്. ബട്ട് ഇൻസ്റ്റഡ് എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ സംഭവിച്ചു, ഈത്തർ ഇല്ല എന്നവർ പ്രൂവ് ചെയ്തു. അതായത് മൈക്കിൾസ് മോറൽ എക്സ്പെരിമെന്റ് ഈസ് എ ഫെയിൽഡ് എക്സ്പെരിമെന്റ്, ഒരു നെഗറ്റീവ് എക്സ്പെരിമെന്റ് ആണ്. പക്ഷേ ഈത്തർ ഇല്ലാതെ അവർ എന്ത് ചെയ്തു, പ്രൂവ് ചെയ്തു. ആൻഡ് ലൈറ്റ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത് അവർ പറഞ്ഞു, ലൈറ്റ് മീഡിയം ഇല്ലാതെയാണ് ട്രാവൽ ചെയ്യുന്നത് പറഞ്ഞു. ഓക്കെ, മൈക്കിൾസ് മോറൽ എക്സ്പെരിമെന്റ് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ് പറയുന്നത്, മൈക്കിൾസ് മോറൽ എക്സ്പെരിമെന്റിൽ പ്രധാനമായിട്ട് 2 കൺക്ലൂഷൻസ് ആണ് മൈക്കിൾസ് മോറൽ എക്സ്പെരിമെന്റിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ആദ്യത്തെ കൺക്ലൂഷൻ എന്താ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല്, ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലും എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അതായത് നമ്മൾ എക്സ്പെരിമെന്റ് ഓർമ്മ വിചാരിക്കുന്നു, നമ്മളൊരു ഹാഫ് സിലിവേർഡ് മിററിന് ഇവിടുന്ന് ലൈറ്റ് മിററിൽ തട്ടി തിരിച്ചു വരുന്ന ടൈം കാൽക്കുലേറ്റ് ചെയ്തു, ഇവിടുന്ന് ലൈറ്റ് മിററിൽ തട്ടി തിരിച്ചു വരുന്ന ടൈം കാൽക്കുലേറ്റ് ചെയ്തു. നമുക്ക് എക്സ്പെരിമെന്റലി ചെയ്തപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ടൈം രണ്ടും ഡിഫറെന്റ് ആയിരുന്നു. പക്ഷേ ലാസ്റ്റ് എന്ത് സംഭവിച്ചു, നമ്മൾ ആ എക്സ്പെരിമെന്റ് ഫോൾസ് എന്ന് പറഞ്ഞു. അതിനർത്ഥം എന്താ, ലൈറ്റ് ഇവിടുന്ന് പോയി ഇവിടെ തട്ടി തിരിച്ചു വരാനും ഇവിടുന്ന് പോയി ഇവിടെ തട്ടി തിരിച്ചു വരാൻ ടൈം ആക്ച്വലി എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് എന്താണ്, കോൺസ്റ്റന്റ് ആണെന്നുള്ളത് എന്ത് പ്രൂവ് ചെയ്തു, മൈക്കിൾസ് മോറൽ എക്സ്പെരിമെന്റിൽ പ്രൂവ് ചെയ്തു. ഏത് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാലും എന്താണ്, സ്പീഡ് ഓഫ് ലൈറ്റ് എന്താണ്, കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. രണ്ടാമത്തെ കാര്യം പ്രൂവ് ചെയ്തു, ഒബ്വിയസ്ലി എന്താണ്, ദർ ഇസ് നോ ഈത്തർ ഇൻ യൂണിവേഴ്സ്, യൂണിവേഴ്സിൽ എന്തില്ല, ഈത്തർ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്ന് എന്ത് ചെയ്തു, പ്രൂവ് ചെയ്തു. സോ ബേസ്ഡ് ഓൺ ദി മൈക്കിൾസ് മോറൽ എക്സ്പെരിമെന്റ്, മൈക്കിൾസ് മോറൽ എക്സ്പെരിമെന്റിന്റെ ബേസിസിൽ എന്ത് ചെയ്തു, പ്രധാനമായിട്ടും 2 തിയറീസ് അല്ലെങ്കിൽ 2 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റുലേറ്റ്സ് ആയിരുന്നു ഐൻസ്റ്റൈൻ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഈ പോസ്റ്റുലേറ്റ്സിന്റെ പേരാണ് ദി പോസ്റ്റുലേറ്റ്സ് ഓഫ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. Special theory of relativity postulates of special theory of relativity. Special theory of relativity യുടെ 2 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റുലേറ്റ്സ്. ഓക്കെ, അതിൽ ആദ്യത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ഇൻ എനി ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിൽ നമ്മൾ എങ്ങനെയൊക്കെ തലകുത്തിന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാലും സ്പീഡ് ഓഫ് ലൈറ്റ് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അതാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഏത് ഡയറക്ഷനിൽ എന്തിനോടൊക്കെ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഒരു കാറിൽ പോവാണ് വിചാരിക്കും നമ്മൾ. ഓക്കെ, നമ്മൾ കാറിൽ പോകുമ്പോൾ നമ്മൾ കാറിൽ ഇരുന്നിട്ട് പുറത്തിരുന്ന് മരത്തിന് നോക്കി കഴിഞ്ഞാൽ മരം പിന്നിൽ പോകണമായിട്ട് തോന്നും. ഓക്കെ, അപ്പൊ ആ മരത്തിന് എന്തുണ്ടായിരിക്കും, നമ്മൾ അതിന്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാറിന്റെ നേരെ നെഗറ്റീവ് ആയിട്ടുള്ള വെലോസിറ്റി എന്തുണ്ടാവുക, മരത്തിനുണ്ടാവുക. അതായത് നമ്മൾ മൂവ് ചെയ്യണതിനനുസരിച്ച് എന്ത് സംഭവിക്കും, മരത്തിന് നമുക്ക് വെലോസിറ്റി കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതുപോലല്ല ലൈറ്റ്, നമ്മൾ എങ്ങനെയൊക്കെ റിലേറ്റീവ് ആയിട്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാലും ലൈറ്റിന്റെ സ്പീഡ് എപ്പോഴും എന്തെങ്കിലും കിട്ടും, നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടും. അല്ലാതെ എപ്പോഴും സി തന്നെ ആയിരിക്കും. അല്ലാതെ ഒരിക്കലും C+Vയോ സിനെക്കാളും കുറച്ച് കൂടിയിട്ടോ കുറഞ്ഞിട്ട് എന്താവില്ല, ഒരിക്കലും സ്പീഡ് ഓഫ് ലൈറ്റ് എന്തില്ല നമുക്ക് കിട്ടില്ല. ഇറ്റ് ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ് വാല്യൂ. രണ്ടാമത്തെ പോയിന്റ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ പോസ്റ്റുലേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, ദി ലോസ് ഓഫ് ഫിസിക്സ് are all the same in all inertial frames. ഇനർഷ്യൽ ഫ്രെയിമുകളിൽ ഫിസിക്സിന്റെ ലോസ് എപ്പോഴും എന്താണ്, സെയിം ആണ്. അതിനെന്തുണ്ടാവില്ല, ഒരിക്കലും ഒരു മോഡിഫിക്കേഷൻ വരില്ല. ഓക്കെ, സോ ഈ 2 പോസ്റ്റുലേറ്റ്സ് ആണ് എന്ത് പറയുന്നത്, ഐൻസ്റ്റൈന്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ വന്നുള്ളത്. സോ ഫസ്റ്റത്തെ സ്പീഡ് ഓഫ് ലൈറ്റ് കോൺസ്റ്റന്റ് എന്നുള്ളതും, രണ്ടാമത്തെ എന്താണ്, ലോസ് ഓഫ് ഫിസിക്സ് ഇനർഷ്യൽ ഫ്രെയിംസിൽ എപ്പോഴും എന്താണ്, സെയിം ആയിട്ട്. ഇനർഷ്യൽ ഫ്രെയിംസ് ഉള്ള വാക്ക് ആക്ച്വലി ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നതാണ്. ഇനർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതാണ്. ജസ്റ്റ് ഇനർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലോ അല്ലെങ്കിൽ റെസ്റ്റിലോ നിൽക്കുന്ന ഒരു ഫ്രെയിമിന് നമ്മൾ ഇനർഷ്യൽ ഫ്രെയിം എന്ന് വിളിക്കാം. ഓക്കെ, കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ റെസ്റ്റിലോ ആയിട്ടുള്ള ഒരു ഫ്രെയിമിനാണ് ഇനർഷ്യൽ ഫ്രെയിമിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. അപ്പൊ അതിലേക്ക് വല്ലാണ്ട് ഡീറ്റെയിൽസ് ഇങ്ങനെ കിടക്കുന്നില്ല. ഓക്കെ, സോ ഈ 2 പോസ്റ്റുലേറ്റ്സ് ആയിരുന്നു ഫിസിക്സിനെ പിന്നീട് മാറ്റിമറിച്ചത്. അപ്പൊ ആദ്യം പറഞ്ഞ ന്യൂട്ടന്റെ 3 ലോസും ഗ്രാവിറ്റേഷൻ ലോസും ആയിരുന്നു ആദ്യത്തെ നമ്മളൊരു ബ്രേക്ക് ത്രൂ പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സിനെ സംബന്ധിച്ചോളം. പക്ഷെ അതിന് ഒബ്വിയസ്ലി ആയിട്ടുള്ള എന്തോന്നു ലിമിറ്റേഷൻസ് വന്നപ്പോഴാണ് എന്തോന്നത്, ഈത്തർ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത്. പിന്നീടാണ് അതിൽ എന്തോന്നു ഈത്തർ ഇല്ലാതെ പറഞ്ഞത്. പിന്നെയാണ് ഐൻസ്റ്റൈൻ ഡെവലപ്പ് ചെയ്തത്, പോസ്റ്റുലേറ്റ്സ് ഓഫ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്തത്.
പിന്നീട് ഫിസിക്സിന്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയി വന്നു ഈ രണ്ട് പോസ്റ്റുലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഈ പോസ്റ്റുലേറ്റ്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് കോൺസിക്വൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ള ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. ഓക്കെ, അതായത് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതും നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്, ജസ്റ്റ് ഡിസ്കഷൻ പറയാം. ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് ഡിഫറെന്റ് ഫ്രെയിമുകൾ വിചാരിക്കുക. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോ വെറുതെ ഇങ്ങനെ നിൽക്കുകയാണ്, വേറൊരാള് ഒരു കാറിൽ മൂവ് ചെയ്ത് വിചാരിക്കുക. ഓക്കെ, കാർ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലെ മൂവ് ആയിരിക്കും, നമ്മളിവിടെ റെസ്റ്റ് നിൽക്കുകയാണ് വിചാരിക്കുക. ഈ പോയിന്റ് പി എന്ന് പറഞ്ഞ പോയിന്റിൽ എന്തോ ഒരു സംഭവം വിചാരിക്കുക, നമ്മൾ പടക്കം പൊട്ടിക്ക് അല്ലെങ്കിൽ ആരെങ്കിലും രണ്ടുപേര് തല്ലുകൂടുകയും അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഈ പോയിന്റ് പിയിൽ നടന്നു വിചാരിക്കുക. ഓക്കെ, അപ്പോ ഈ റെസ്റ്റിൽ നിൽക്കുന്ന ആളും ഈ കാറിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളും എന്ത് ചെയ്യാണ്, ഈ പോയിന്റ് പിയിൽ നടക്കുന്ന സംഭവത്തിന് മെഷർ ചെയ്യാൻ നോക്കുകയാണ്. ഒരാൾ റെസ്റ്റിലാണ്, ഒരാൾ കാറിൽ മൂവ് ചെയ്യാണ്. രണ്ടുപേരെന്താണ് പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റിൽ എന്തോ നടക്കുന്നുണ്ട്, അവിടെയുള്ള സംഭവം എന്താണ്, രണ്ടുപേരും മെഷർ ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, ഒബ്വിയസ്ലി ഈ റെസ്റ്റിൽ നിൽക്കുന്ന ആൾക്കും ഈ മൂവ് ചെയ്യുന്ന ആൾക്കും രണ്ടുപേർക്കും എന്തായിരിക്കും ഡിഫറെന്റ് ആയി സെറ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് കിട്ടുക, അല്ലെ? കാര്യം ഒരാൾ റെസ്റ്റിലാണ്, ഒരാൾ എന്താണ് മൂവിംഗ് ആണ്. ഇയാൾക്ക് കിട്ടിയിട്ടുള്ളത് സപ്പോസ് XYZ T ആണ് വിചാരിക്കുക. ഇയാൾ ഇവിടുത്തെ കോർഡിനേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇയാൾക്ക് കിട്ടിയത് XYZ T ആണെന്ന് വിചാരിക്കാം. ഇയാൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇയാൾക്ക് കിട്ടിയത്, മൂവ് ചെയ്യുന്ന ആൾ കിട്ടിയത് X ഡാഷ് Y ഡാഷ് Z ഡാഷ് T ഡാഷ് ആണ് വിചാരിക്കുക. ഓക്കെ, സോ ഈ രണ്ട് ഇക്വേഷൻസിനെ കണക്ട് ചെയ്യുന്ന, ഈ രണ്ട് കോർഡിനേറ്റ്സിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസിനാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ദാറ്റ് കണക്ട്സ് ടു ഡിഫറെന്റ് കോർഡിനേറ്റ്സ് ഇൻ ടു ഡിഫറെന്റ് ഇനർഷ്യൽ ഫ്രെയിംസ്. രണ്ട് ഡിഫറെന്റ് ഇനർഷ്യൽ ഫ്രെയിംസിലുള്ള രണ്ട് സെറ്റ് ഓഫ് കോർഡിനേറ്റ്സിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസിനെ നമ്മൾ വിളിക്കുക ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് വിളിക്കുക. സിമ്പിൾ ആയിട്ട് എങ്ങനെ വിളിക്കാം, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ വിളിക്കാം. ഓക്കെ, നമ്മളിവിടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ഇനർഷ്യൽ ഫ്രെയിമുകൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ പറഞ്ഞ സംഭവം തന്നെ രണ്ട് ഫ്രെയിമായിട്ട് നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഇത് S ഫ്രെയിം ആണ്, S എന്ന് വിളിക്കുന്ന ഫ്രെയിം വിചാരിക്കാം. ഇത് X ഡയറക്ഷൻ, ഇത് Y ഡയറക്ഷൻ, ഇത് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് വിചാരിക്കാം. ഇത് അറ്റ് റെസ്റ്റ് ആണ്. ഓക്കെ, വേറെ ഫ്രെയിം കൺസിഡർ ചെയ്യാം. ഇത് S ഡാഷ് എന്ന് പറഞ്ഞ ഫ്രെയിം വിചാരിക്കാം. ഇവിടെ O, ഇവിടെ O ഡാഷ്, ഇത് X ഡാഷ് ഡയറക്ഷൻ വിചാരിക്കാം, ഇത് Y ഡാഷ് ഡയറക്ഷൻ വിചാരിക്കാം. ഓക്കെ, ഇതിലും ഒരാൾ നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് മൂവിംഗ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി V. അത് കോൺസ്റ്റന്റ് വെലോസിറ്റി വിയിൽ മൂവ് ചെയ്ത് വിചാരിക്കുക. ഓക്കെ, സോ ഇനീഷ്യലി ഈ രണ്ട് ഫ്രെയിം ഒരുമിച്ചായിരുന്നു വിചാരിക്കുക. അതായത് യോയും O ഡാഷും കോയിൻസൈഡ് നിൽക്കുകയായിരുന്നു. പക്ഷെ ഇത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യണം. അപ്പോൾ ഒറ്റ T ടൈമിൽ ഇത് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഒരു പൊസിഷനിൽ എത്തിണ്ടാവും അല്ലെ. സോ ഒറ്റ ടൈം T ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് VT ആണ് വിചാരിക്കുക. ഓക്കെ, ഇനി ഇവിടെ ഒരു പോയിന്റ് P കൺസിഡർ ചെയ്യാൻ, നേരത്തെ പോലെ തന്നെ ഒരു പോയിന്റ് P കൺസിഡർ ചെയ്യുക. ഈ പോയിന്റ് Pയിൽ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പോയിന്റ് Pയിൽ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ പോയിന്റ് Pയിൽ നടക്കുന്ന സംഭവത്തിനെ എന്ത് ചെയ്യാണ്, ഈ രണ്ടുപേരും മെഷർ ചെയ്യണം. ഓക്കെ, ഇയാൾ മെഷർ ചെയ്യാണ്, ഇയാൾ മെഷർ ചെയ്യാണ്. ഇയാൾ മെഷർ ചെയ്യുമ്പോൾ ഇയാൾക്ക് കിട്ടിയ കോർഡിനേറ്റ്സ് ആണ് XYZ T കിട്ടി. ഇയാൾ മൂവ് ചെയ്തിരിക്കുന്ന ആൾക്ക് കിട്ടിയ കോർഡിനേറ്റ്സ് ആണ് X ഡാഷ് Y ഡാഷ് Z ഡാഷ് T ഡാഷ്. ഓക്കെ, ഇതിൽ കാര്യം ശ്രദ്ധിക്കണം, ഈ ഫ്രെയിം മൂവ് ചെയ്യണത്, അല്ലെങ്കിൽ ഇയാൾ കാരണം ഈ ഫ്രെയിം മൂവ് ചെയ്യണത് X ഡയറക്ഷനിൽ മാത്രമാണ് മൂവ്മെന്റ്. Y ഡയറക്ഷനിലോ അല്ലെങ്കിൽ Z ഡയറക്ഷനിലോ യാതൊരു തരത്തിലുള്ള മൂവ്മെന്റ് ഇല്ല. കാരണം നമ്മൾ കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഒരു വൺ ഡയമെൻഷണൽ മൂവ്മെന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. Y ഡയറക്ഷനിലോ Z ഡയറക്ഷനിലോ യാതൊരു തരത്തിലുള്ള മൂവ്മെന്റും ഇല്ല. ഓക്കെ, ഓക്കെ, ഈ P എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള ഇവിടുള്ള ഡിസ്റ്റൻസ് X ആണെന്ന് വിചാരിക്കാം. ഇവിടുത്തെ ഡിസ്റ്റൻസ് X ഡാഷ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇയാള് ഇവിടെ നിന്നിട്ട് ഈ Pനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വിചാരിക്കാം. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ Pയുടെ കോർഡിനേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ XYZ T കിട്ടി. ഇയാളെ സംബന്ധിച്ചിട്ട് X ഡാഷ് Y ഡാഷ് Z ഡാഷ് T ഡാഷ് കിട്ടി. ഇതിൽ XYZ സാധാ സ്പേസ് കോർഡിനേറ്റ് ആണ്. T ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടുത്തെ ടൈം കോർഡിനേറ്റ് ആണ്. ഓക്കെ, സോ ഇയാളെ സംബന്ധിച്ചിടത്തോളം X എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, X ഡാഷ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, X ഡാഷ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, X മൈനസ് VT അല്ലെ. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഈ ഫുൾ ഡിസ്റ്റൻസ് മൈനസ് ഇത് നമുക്ക് കിട്ടും, ഇത് കിട്ടും. സോ ഇയാളെ സംബന്ധിച്ചിടത്തോളം എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി, ഇക്വേഷൻ നമ്പർ 1. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി. ഇനി ഇയാള് ഇവിടെ നിന്നിട്ട് ഇതിന് മെഷർ ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം ഇയാള് ഇതിന് മെഷർ ചെയ്തു, പിന്നെ ഇയാള് ഇതിന് തിരിച്ച് മെഷർ ചെയ്യാണ്. അപ്പൊ ഇയാൾ കിട്ടുന്ന ഇക്വേഷൻ ആണ് ഇതിനെ തിരിച്ചെഴുതി വിചാരിക്കുക, എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഡാഷ് പ്ലസ് വി ടി ഡാഷ്. അതായത് എക്സിന് ഇവിടെ നിട്ടി ഈ വി ടിനെ പുറത്ത് കൊണ്ടുപോയി എക്സ് ഡാഷ് പ്ലസ് വി ടി ആണ് വരുന്നത്. പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ടൈം എന്താണ്? ടി ഡാഷ് ആണ്. അതുകൊണ്ടാണ് എന്ത് കൊടുത്തത്? ടി ഡാഷ് ഇട്ട് കൊടുത്തത്. ഈ കാര്യം മനസ്സിലാക്കുക. ഇയാൾ മെഷർ ചെയ്യുമ്പോൾ എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി ആണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇയാൾ മെഷർ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എക്സ് ഈസ് ഈക്വൽ എന്ത് കിട്ടും? ഈ വി ടിനെ പുറത്ത് കൊടുക്കുന്നു, വി ടി കിട്ടും. പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ടൈം ടി അല്ല, ഇയാളെ സംബന്ധിച്ച ടൈം എന്താണ്? ടി ഡാഷ് ആണ്. അതുകൊണ്ടാണ് കൊടുത്തത് ടി ഡാഷ് കൊടുത്തത്. ഇക്വേഷൻ നമ്പർ 2. ഇതാണ് ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് ഈ ഫ്രെയിംസിനെ നോക്കുമ്പോൾ ജസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ്. പക്ഷേ ഈ ഇക്വേഷന്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സെയിം ഇക്വേഷൻ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ ഡിറൈവ് ചെയ്യുന്നുണ്ട്. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന പേര് എന്ത് ചെയ്യുന്നത്? ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിറൈവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഇക്വേഷൻസ് വെച്ച് നമുക്ക് എന്ത് പറ്റില്ല? ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ഓക്കെ, ആ ഇക്വേഷൻസ് ഓബ്വിയസ് ആയിട്ട് എന്തുണ്ട്? ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ പുതിയൊരു ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ത് ചെയ്യുന്നത്? ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് വരുന്നത്. ഓക്കെ, സോ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ആണ്. ഇതിനെന്തുണ്ട്? ഓബ്വിയസ് ആയിട്ടുള്ള ലിമിറ്റേഷൻസ്, അതിനെ റിലേറ്റിവിറ്റി എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സോ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? മോഡിഫൈ ചെയ്തിട്ട് റിലേറ്റിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ഇതിനെ മോഡിഫൈ ചെയ്യണം. ഓക്കെ, സോ മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് വെച്ചാൽ ഇതിന് ഒരു കൂടെ ഒരു കോൺസ്റ്റന്റ് കെ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്തോ ഒരു കെ എന്താന്ന് പറഞ്ഞാൽ കെ നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ചോദിച്ചാൽ ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷൻ 1 ഇൻ ഇക്വേഷൻ 2. സോ ഈ എക്സ് ഡാഷിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഡാഷിന് പകരം കൊടുക്കുമ്പോൾ എക്സ് മൈനസ് വി ടി ഇൻറ്റു കെ, പിന്നെ ഇത് പ്ലസ് വി ടി ഡാഷ് പുറത്ത് വയ്ക്കുക. ഓക്കെ, എക്സ് ഡാഷിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വി ടി ഡാഷ് അതുപോലെ എഴുതി, കെ അതുപോലെ എഴുതി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കെ എക്സ് മൈനസ് കെ വി ടി പ്ലസ് വി ടി ഡാഷ് ടു കെ. കെനുള്ളിൽ കൊടുക്കുക. കെ സ്ക്വയർ എക്സ് മൈനസ് കെ സ്ക്വയർ വി ടി പ്ലസ് കെ വി ടി ഡാഷ്. ഓക്കെ, ഈ കെ വി ടി ഡാഷ് തൊട്ട് മാത്രം ഇവിടെ നിർത്തുക, ബാക്കിനപ്പുറത്ത് കൊണ്ടുവരിക. അപ്പം കിട്ടും കെ വി ടി ഡാഷ് ഈസ് ഈക്വൽ ടു രണ്ട് ടേമിന് പുറത്ത് കൊടുക്കുമ്പോൾ എക്സ് മൈനസ് കെ സ്ക്വയർ എക്സ് പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും, പ്ലസ് കെ സ്ക്വയർ വി ടി. ഓക്കെ, എക്സിനെ കോമൺ ഔട്ട്സൈഡ് എടുക്കുക. എക്സ് ഇൻറ്റു 1 മൈനസ് കെ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ വി ടി അല്ലേ? ഓക്കെ, ഇനി ടി ഡാഷിന് മാത്രം വെച്ചിട്ട് കെ വി എന്നിട്ട് മുപ്പത്ത് കൊണ്ടുവരാം. സോ നമുക്ക് കിട്ടും ടി ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 മൈനസ് കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ വി പ്ലസ് കെ സ്ക്വയർ വി ടി ഡിവൈഡഡ് ബൈ കെ വി. സിമ്പിൾ. ഓക്കെ, കെ സ്ക്വയർ കെ വിറ്റി പോകും, ഈ വിയും ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് കിട്ടും എക്സ് ഇൻറ്റു 1 മൈനസ് കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ വി പ്ലസ് കെ ടി. ഇതാണ് നമുക്ക് ടി ഡാഷ് കിട്ടുക. ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, സോ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. അല്ലെങ്കിൽ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ടി ഡാഷ് ഈസ് ഈക്വൽ ടു 1 ഇക്വേഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ ഓബ്വിയസ്ലി എന്തല്ല, ഇയാൾ മെഷർ ചെയ്യുന്ന ടിയും ഇയാൾ മെഷർ ചെയ്യുന്ന ടി ഡാഷ് എന്തല്ല സെയിം അല്ല. കാരണം നമുക്ക് എന്താ ടി ഡാഷ് ഈസ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ കിട്ടിയത്, ഈക്വൽ ടു ടി എന്നല്ല കിട്ടിയത്. അപ്പൊ ഇയാൾ മെഷർ ചെയ്യുന്ന ടൈമും ഇയാൾ മെഷർ ചെയ്യുന്ന ടൈമും എന്തല്ല സെയിം അല്ല നമുക്ക് കിട്ടി. ഓക്കെ, സോ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. സോ ഇയാൾ മെഷർ ചെയ്യുന്ന ടൈമും ഇയാൾ മെഷർ ചെയ്യുന്ന ടൈമും എന്തല്ല സെയിം അല്ലാതെ കിട്ടി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എന്താ പറയാ ഒരു ഇക്വേഷൻ കിട്ടി, എക്സിനെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ കിട്ടി. ടി ഡാഷും ടിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ കിട്ടി. എക്സ് ഡാഷും എക്സും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ കിട്ടി. ടി ഡാഷും ടിയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ കിട്ടി. വൈനെയും സെഡിനെ പറ്റി ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്താ പറയാത്ത വെച്ച് കഴിഞ്ഞാല്
നമ്മളെ മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു ഇതൊരു 1 ഡയറക്ഷണൽ മോഷനാണ്. ഇവിടേക്ക് മാത്രമുള്ളൂ എക്സ് ഡയറക്ഷനിൽ മാത്രമാണെന്നുള്ളൂ ഇതിൽ മൂവ്മെന്റ് ഉള്ളൂ. സോ വൈയും സെഡും നമ്മൾ എന്തില്ല കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് y dash is equal to y and z dash is equal to z. ഓക്കെ, അതായത് ഇയാൾ മെഷർ ചെയ്യുന്ന y കോർഡിനേറ്റും ഇയാൾ മെഷർ ചെയ്യുന്ന y കോർഡിനേറ്റും എന്തായിരിക്കും സെയിം ആയിരിക്കും. ഇയാൾ മെഷർ ചെയ്യുന്ന സെഡും ഇയാൾ മെഷർ ചെയ്യുന്ന സെഡും എന്തായിരിക്കും സെയിം ആയിരിക്കും, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ ഇയാളുടെ എക്സും ഇയാളുടെ എക്സ് ഡാഷും വ്യത്യാസമുണ്ട്, ഇയാളുടെ ടിയും ഇയാളുടെ ടി ഡാഷും വ്യത്യാസമുണ്ട്. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഇതിലുള്ള ഈ കെ ടേമിനെ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമ്മളെ പ്രോബ്ലം സോൾവ് ആയി. ഓക്കെ, സോ ടു ഫൈൻഡ് കെ, എങ്ങനെ നമുക്ക് കെ കണ്ടുപിടിക്കാന്നുള്ളതാണ് നമ്മുടെ അടുത്ത പ്രശ്നം. ഓക്കെ, ടു ഫൈൻഡ് കെ കണ്ടുപിടിക്കണം. ഓക്കെ, കെ കണ്ടുപിടിക്കാൻ നമുക്ക് വീണ്ടും ആ സിറ്റുവേഷൻ കൺസിഡർ ചെയ്യാം. നമ്മളെ എസ് ഫ്രെയിം ആണെന്ന് വിചാരിക്കാം. ഇവിടെ ആള് നിൽക്കുന്നുണ്ട്. നമ്മളെ എസ് ഡാഷ് ഫ്രെയിം ആണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വി വെലോസിറ്റിയില്. ഇവിടെയും ഒരാൾ നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ ഇയാൾ എന്ത് ചെയ്തു വെച്ചാൽ ഇയാളുടെ കയ്യിൽ ടോർച്ച് ഉണ്ട് വിചാരിക്കാം. ഇയാളുടെ കയ്യിൽ ടോർച്ച് ഉണ്ട്. ഓക്കെ, ഇയാൾ ഈ ടോർച്ച് അടിച്ചു. ഓക്കെ, ഇയാൾ ഈ ടോർച്ച് അടിച്ചപ്പോ എന്താ സ്വാഭാവികമായിട്ട് ലൈറ്റ് പോകും. ഈ ലൈറ്റ് സപ്പോസ് പി എന്ന് പറഞ്ഞ പോയിന്റ് എത്തി, നമ്മളെ പി എന്ന് പറഞ്ഞ പോയിന്റ് ഉള്ളത് വിചാരിക്കാം. ഈ ലൈറ്റ് ട്രാവൽ ചെയ്തോടൊക്കെ എത്തി പി എന്ന് പറഞ്ഞ പോയിന്റ് എത്തി. ഈ ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ലൈറ്റ് ഇവിടുന്ന് ഇവിടേക്ക് എത്താൻ ടൈം എന്ന് വിചാരിക്കുന്നത് ടി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ലൈറ്റ് അടിച്ചു. ലൈറ്റ് ഇവിടുന്ന് ഇവിടേക്ക് ട്രാവൽ ചെയ്യാൻ ആ ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് വിചാരിക്കാം. ഇവിടുന്ന് ഇവിടേക്ക് എത്താൻ ടൈം ടി ആണെന്ന് വിചാരിക്കാം. സോ ഡിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് എക്സ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. വെലോസിറ്റി എന്താണ് സി ആണ്, ടൈം എന്താണ് ടി ആണ്. ഓക്കെ, കാര്യമാണ് മനസ്സിലായല്ലോ. ലൈറ്റ് അടിച്ചു, ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ് വിചാരിക്കുക, ഇവിടുന്ന് ഇവിടേക്ക് എത്താൻ ടൈം ടി ആണ് വിചാരിക്കുക. സോ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. ഇത് സി ടി. ക്വസ്റ്റ്യൻ നമ്പർ 4 വെക്കുക. ഇതേപോലെ തന്നെ ഇയാളുടെ കയ്യിൽ ടോർച്ച് വിചാരിക്കുക. ഇയാളും ഇവിടുന്ന് ടോർച്ച് അടിച്ചു, ലൈറ്റ് അടിച്ചു, പി എന്ന് പറഞ്ഞ പോയിന്റ് അടിച്ചു. ഈ ഡിസ്റ്റൻസ് എക്സ് ഡാഷ് ആണ് വിചാരിക്കുക. ലൈറ്റ് ഇവിടുന്ന് ഇവിടേക്ക് എത്ര ടൈം ടി ഡാഷ് ആണ് വിചാരിക്കുക. ഓക്കെ, ഇത് സെയിം കൺസിഡർ തന്നെ എക്സ് ഡാഷും ടി ഡാഷ് ആയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇക്വേഷൻ എങ്ങനെ വരും, എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ടി ഡാഷ്. ഇക്വേഷൻ നമ്പർ 5. ഓക്കെ, എന്നുള്ള സിക്ക് ചേഞ്ച് വരായിരുന്നത് രണ്ടു ഭാഗത്തും സി മാത്രം. ഇവിടെ എക്സ് ഡാഷ് ആയി മാറി, ടി ഡി ഡാഷ് ആയി മാറി. പക്ഷെ സി കോൺസ്റ്റന്റ് എടുക്കുന്നുണ്ട്. അന്ന് സി കോൺസ്റ്റന്റ് ചെയ്യുന്നത് കാരണം നമ്മുടെ സ്പെഷ്യൽ തിയറി റിലേറ്റഡ് പോസ്റ്റ്ലേറ്റ്സ് പറഞ്ഞിട്ട് സ്പീഡ് ഓഫ് ലൈറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. സ്പീഡ് ഓഫ് ലൈറ്റ് നമ്മൾ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് എന്താണ് കോൺസ്റ്റന്റ് ആണ്. സോ സ്പീഡ് ഓഫ് ലൈറ്റിന് എന്തില്ല, യാതൊരു തരത്തിലുള്ള ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, സോ നമുക്ക് ഇക്വേഷൻ 5 എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എക്സ് ഡാഷ് നമുക്കറിയാം, ടി ഡാഷ് നമുക്കറിയാം. സോ ഇക്വേഷൻ 2 ഏതൊക്കെ ഇക്വേഷൻ ആയിരുന്നു, ഇക്വേഷൻ 1ഉം അതുപോലെ തന്നെ ഇക്വേഷൻ 3യും നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 3 in ഇക്വേഷൻ 5. 1ഉം 3 എടുത്തിട്ട് ഇക്വേഷൻ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് എന്ത് വരും, എക്സ് ഡാഷിന്റെ പകരം കെ ഇൻറ്റു എക്സ് മൈനസ് വി ടി, k into x minus vt is equal to c into t dash എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് എടുക്കാം. നമുക്കറിയാം x into 1 minus the k square divided by kv plus kt. സിമ്പിൾ. ഓക്കെ, നമുക്കിതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ c into x into 1 minus the k square പ്ലസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെ സ്ക്വയർ വി ടി ഡിവൈഡഡ് ബൈ കെ വി. ഓക്കെ, എന്നുവെച്ചാൽ ഈ കെ വിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. കെ വിനെ പുറത്ത് കൊണ്ടുപോകാം. കെ വിനെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ കെ സ്ക്വയർ വി, കെ സ്ക്വയർ വി ഇൻറ്റു എക്സ് മൈനസ് വി ടി ഈക്വൽ ടു സി. ഉള്ളിലുള്ളത് എക്സ് ഇൻറ്റു 1 minus the k square plus k square vt. Okay, ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. നമുക്ക്
ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടും കെ സ്ക്വയർ വി എക്സ് മൈനസ് കെ സ്ക്വയർ വി സ്ക്വയർ ടി അല്ലെ, വി സ്ക്വയർ ടി ഈക്വൽ ടു സിനുള്ളിൽ കൊടുക്കുമ്പോൾ സി എക്സ് into 1 minus the k square plus c k square vt. Okay, so left hand side right hand side നോക്കുമ്പോൾ ഇവിടെ ഒരു x ഉള്ള ടേം ഉണ്ട്, ഇവിടെ x ഉള്ള ടേം ഉണ്ട്, ഇവിടെ t ഉള്ള ടേം ഉണ്ട്, ഇവിടെ t ഉള്ള ടേം ഉണ്ട്. ഓക്കെ, സോ x ഉള്ള ടേമിനെ ഒരുമിച്ചെടുക്കാം, t ഉള്ള ടേമിനെ ഒരുമിച്ചെടുക്കാം. സോ ഈ ടേമിനെ പുറത്ത് എടുക്കാം, ടേമിനെ പുറത്ത് എടുക്കാം. സോ k square vx minus c x into 1 minus the k square ടേമിനെ പുറത്ത് എടുത്തു, ടേമിനെ പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ c k square vt ഈ ടേമിനെ പുറത്ത് കൊടുക്കുമ്പോൾ പ്ലസ് k square v square t. ഇതിൽ എക്സിനെ പുറത്ത് കൊടുക്കാം, ഇതിൽ ടിനെ പുറത്ത് കൊടുക്കാം. സോ എക്സ് ഇൻറ്റു k square v minus c into 1 minus the k square is equal to the t outside എടുക്കാം. t outside എടുക്കുമ്പോൾ എന്താ c k square v ഉണ്ടാവും പ്ലസ് k square v square പുറത്ത് ഒരു t. ഇക്വേഷൻ നമ്പർ 6. എക്സ് പുറത്ത് കൊടുത്തു, ഇവിടെ എന്ത് ചെയ്തു നമ്മള് ടീനെ കോമണായിട്ട് പുറത്ത് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് കമ്പയർ ഇക്വേഷൻ 6 ആൻഡ് ഇക്വേഷൻ 4. 6നും 4നും കമ്പയർ ചെയ്യാം. ഇവിടെ എക്സ് സി ടി ആണ്, ഇവിടെ എക്സ് ടേം ഉണ്ട്, ഇവിടെ ടി ഉള്ള ടേം ഉണ്ട്. സോ ഇക്വേഷൻ 6 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 4. ഇക്വേഷൻ 6 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 4 ചെയ്യുമ്പോൾ തരും ഇവിടെ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് വരും, ഇവിടെ ഹോൾ ഡിവൈഡഡ് ബൈ സി ടി വരും. ഓക്കെ, എഴുതാം. അതായത് എക്സ് ഇൻറ്റു കെ സ്ക്വയർ വി മൈനസ് സി ഇൻറ്റു 1 minus the k square is equal to ബ്രാക്കറ്റില് c k square v plus k square the v square into t divided by x divided by ct. Okay, x ഉം ക്യാൻസൽ ചെയ്ത് പോയി, ടിയും ടിയും ക്യാൻസൽ ചെയ്ത്. ഇവിടെ സി ഉണ്ട്, ഈ സീനെ ഓപ്പോസിറ്റ് എടുക്കുക. ഓപ്പോസിറ്റ് എടുത്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വരും കെ സ്ക്വയർ സി വി അല്ലെ, സി ഉള്ളിൽ കൊന്നു മൈനസ് ഇവിടെ വരും സി സ്ക്വയർ 1 മൈനസ് ദ കെ സ്ക്വയർ, സീന് ഓപ്പോസിറ്റ് എടുത്തു, ഈസ് ഈക്വൽ ടു ആവശ്യമില്ല സി കെ സ്ക്വയർ വി പ്ലസ് കെ സ്ക്വയർ വി സ്ക്വയർ. പറ്റില്ലല്ലോ, ഇല്ല. ഓക്കെ, സോ ഇവിടെ കെ സ്ക്വയർ സി വി ഉണ്ട്, ഇവിടെയും കെ സ്ക്വയർ സി വി ഉണ്ട്, രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കിയുള്ളത് ഇവിടെ മൈനസ് ദ സി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ സ്ക്വയർ ദ വി സ്ക്വയർ. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് സി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ സ്ക്വയർ വി സ്ക്വയർ. ഓക്കെ, ഈ സി സ്ക്വയറിനെ പുറത്ത് കൊടുക്കുക, ഈ കെ സ്ക്വയർ വി സ്ക്വയറിനെ പുറത്ത് കൊടുക്കുക. അപ്പൊ എന്ത് വരും, അപ്പോൾ എന്ത് വരും കെ സ്ക്വയർ ഈ വി സ്ക്വയറിനെ പുറത്ത് കൊടുക്കുക അല്ലെ. അപ്പൊ കെ സ്ക്വയർ കോമൺ ഔട്ട് എടുത്തു കഴിഞ്ഞാല് സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ ഈക്വൽ ടു ഈ മൈനസ് സി സ്ക്വയറിനെ പുറത്ത് കൊടുക്കുമ്പോൾ പ്ലസ് സി സ്ക്വയർ. ഓക്കെ, ഇവിടെ ഞാൻ പൊള്ളിക്കുന്നുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കെ സ്ക്വയറിനെ ഇവിടെ എടുക്കുക, ഇവിടെ നിർത്തുക. ഈ സി സ്ക്വയർ ബൈ വി സ്ക്വയറിന് സി സ്ക്വയർ മൈനസ് വി സ്ക്വയറിനെ പുറത്ത് എടുക്കുക. അപ്പൊ എന്തായിരിക്കും കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ. അപ്പോൾ മൊത്തം ഇവിടെ എന്ത് ചെയ്യുക, മുകളിൽ താഴത്തും ഒരു സി സ്ക്വയർ ഡിവൈഡ് ചെയ്യുക. എന്ത് വരും, ഇവിടെ മുകളിൽ സി സ്ക്വയർ ബൈ സി സ്ക്വയർ 1, അടിയിൽ സി സ്ക്വയർ ബൈ സി സ്ക്വയർ 1, എന്ത് വരും വി ബൈ വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഓക്കെ, therefore k is equal to എന്ത് വരും, മൊത്തത്തിൽ അതിനെ റൂട്ട് എടുക്കുക. അപ്പൊ എന്ത് വരും 1 by root of
1 minus v square by c square. ഇതാണ് നമുക്ക് കിട്ടുക കെയുടെ വാല്യൂ കിട്ടുക. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? കെയുടെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒബ്വിയസ് ആയിട്ട് നമുക്ക് വേണ്ടത് എക്സ് ഡാഷ് ഇൻ ടേംസ് ഓഫ് എക്സ് ആണ് വേണ്ടത്. അപ്പൊ എന്നിട്ട് ഇവിടെ ഒരു കെ ടേം ഉണ്ട്. ഈ കെയുടെ എന്ത് ചെയ്യാം? നമുക്ക് വിത്ത് കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എന്ത് വരും? സോ കെയുടെ പകരം അതെന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ നമ്പർ 7 in 1. 7 in 1 കൊടുക്കുമ്പോൾ എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി ഇൻറ്റു കെയുടെ പകരം കൊടുക്കുക റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇക്വേഷൻ എ കൊടുക്കുക കേട്ടോ. പിന്നെ വൈ ഡാഷ് ഈസ് ഈക്വൽ ടു വൈ ആണ് ഇക്വേഷൻ ബി. പിന്നെ സെഡ് ഡാഷ് ഈസ് ഈക്വൽ ടു സെഡ് ആണ് ഇക്വേഷൻ സി. നമുക്ക് ടി ഡാഷിന് ഇക്വേഷൻ കൂടി അല്ലേ? ടി ഡാഷിന് ഇക്വേഷൻ ഉണ്ട്. ടി ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 മൈനസ് കെ സ്ക്വയർ ആണ്. കെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്ക്വയർ, അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ബൈ 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഓക്കെ, പിന്നെ ഡിവൈഡർ ബൈ കെ വി. അപ്പോൾ വി ഇൻറ്റു കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ പ്ലസ് കെ ടി. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. സ്വാഭാവികം നമ്മൾ ചെയ്യിച്ചു കഴിഞ്ഞാൽ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എടുക്കുക. എന്ത് വരും? എക്സ് ഇൻറ്റു 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ പിന്നെ ഈ മൈനസ് 1 ഓക്കെ ഡിവൈഡർ ബൈ 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ വരും. 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. പുറത്ത് എന്തെന്താ? വി ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഉണ്ട് പ്ലസ് ടി ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേമിന് പുറത്ത് പോയി. അപ്പോൾ 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ മൈനസ് 1 ഡിവൈഡർ ബൈ 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. ഡിവൈഡർ ബൈ 1 മൈനസ് വി സ്ക്വയർ സി സ്ക്വയർ വാക്കൽ ടേമിന് അതേപോലെ തന്നെയാണ്. ഓക്കെ, ഇതും ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ റൂട്ടാണ്, ഇവിടെ റൂട്ടില്ലാത്ത ടേമാണ്. അപ്പോൾ എക്സ് ബൈ റൂട്ട് എക്സ് പോലെയാണ് കിടക്കുന്നത് അല്ലെ? ഇവിടെ റൂട്ടുള്ള ടേം ഉണ്ട്, ഇവിടെ അതേ ടേമിനെ റൂട്ടില്ലാതെ കിടക്കുന്നത്. എക്സ് ബൈ റൂട്ട് എക്സ് ആണ്. നമ്മൾ എങ്ങനെ എഴുതും? മുകളിലെ ടേമിനെ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എഴുതിയിട്ട് എന്ത് ചെയ്യും? റൂട്ട് എക്സ് ക്യാൻസൽ ചെയ്തിട്ട് മുകളിൽ മാത്രം ഉണ്ടാക്കും റൂട്ട് എക്സ് ആക്കും. അതേ സെയിം പരിപാടി എന്ത് ചെയ്യുക? ഇവിടെയും ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? ടി ഡാഷ് ഈസ് ഈക്വൽ ടു ഇവിടെ ഇനി മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ മൈനസ് എക്സ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഡിവൈഡർ ബൈ ഇനി ഇതെന്താക്കി എഴുതുക? റൂട്ട് എക്സ് ഒക്കെ എഴുതുക. അപ്പോൾ റൂട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ത് വരും? വി ഇൻറ്റു ഇവിടെ വി എടുക്കുന്നുണ്ട്. വി ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ പിന്നെ ഈ ടേം പ്ലസ് ടി ഡിവൈഡർ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഓക്കെ, ഈ വിയും ക്യാൻസൽ ചെയ്ത് പോവുക. രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. രണ്ട് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമിനേറ്റർ എന്ത് ചെയ്യാൻ? മൈനസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ടി മൈനസ് എക്സ് വി ബൈ സി സ്ക്വയർ ഡിവൈഡർ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ടി ഡാഷ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഡി. Okay, equation A, B, C, D are known as Lorentz transformation equations. Equation A, B, C, D നെ നമ്മൾ വിളിക്കുക ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് വിളിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എസ്എ പരീക്ഷയുടെ പ്രോബ്ലം ആണ്. ഓക്കെ, ഇതിൽ 1-2 കാര്യങ്ങൾ പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ലോറൻസ് ട്രാൻസ്ഫോർമേഷനിലേക്ക് ഐൻസ്റ്റൈൻ എത്തിയെന്നതാണ്. ഓക്കെ, സോ പോസ്റ്റുലേറ്റ്സ് ഓഫ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഐൻസ്റ്റൈൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഐൻസ്റ്റൈൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ അതുവരെയുള്ള ഒരു കൺസെപ്റ്റ് പ്രകാരം നമ്മളെ സ്പേസും ടൈമും ഒക്കെ എന്തായിരുന്നു? കോൺസ്റ്റന്റ് ആയിരുന്നു. ഓക്കെ,
സ്പേസും ടൈമും ഒക്കെ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു വസ്തുവിന്റെ ലെങ്ത് എടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പെന്നിന്റെ ലെങ്ത് നമ്മൾ എങ്ങനെയൊക്കെ മെഷർ ചെയ്ത് കഴിഞ്ഞാലും എപ്പോഴും സെയിം ആയിരിക്കും കിട്ടുക എന്നാണ് വിചാരിച്ചിരുന്നത്. ഓക്കെ, എങ്ങനെയൊക്കെ മെഷർ ചെയ്താൽ നമ്മൾ ഓടി മെഷർ ചെയ്താലും ഹൈ സ്പീഡിൽ മെഷർ ചെയ്താലും തലകുത്തിന്ന് മെഷർ ചെയ്താലും എങ്ങനെ മെഷർ ചെയ്താലും ഇതിന്റെ ലെങ്ത് എപ്പോഴും സെയിം ആയിട്ട് കിട്ടുന്നതാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ബട്ട് പ്രോബ്ലം ഈസ് ഐൻസ്റ്റൈൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെരി ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ, വെരി ഹൈ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പീഡ് ഓഫ് ലൈറ്റിന്റെ അടുത്തുള്ള സ്പീഡിൽ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ മൊമെന്റിൽ, അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പെന്നിന്റെ മെഷർമെന്റ് എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പെന്നിന്റെ മെഷർമെന്റ് ലെങ്ത് എന്തായിരിക്കും? ചുരുങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതായത് ഈ പെന്നിന്റെ മെഷർമെന്റ് എപ്പോഴും എങ്ങനെയൊക്കെ മെഷർ ചെയ്താലും കോൺസ്റ്റന്റ് ആണെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഐൻസ്റ്റൈൻ എന്ന് പറഞ്ഞു ഹൈ സ്പീഡിൽ നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലെങ്ത് എന്തായാലും ഷോർട്ടറായിട്ട് മാറുകയാണ്. അതിനെ പേര് വിളിച്ചു ലെങ്ത് കൺട്രാക്ഷൻ വിളിച്ചു, നമ്മൾ കുറച്ച് കഴിഞ്ഞ് പഠിക്കും. അതേപോലെ തന്നെ ടൈമും എപ്പോഴും എങ്ങനെയൊക്കെ മെഷർ ചെയ്താലും കോൺസ്റ്റന്റ് ആണെന്നാണ് വിചാരിച്ചത്. ഐൻസ്റ്റൈൻ എന്ന് പറഞ്ഞു ടൈം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് അല്ല, ടൈം പറഞ്ഞാൽ അബ്സല്യൂട്ട് അല്ല, ടൈം എന്താണ് വേരി ചെയ്യും. ഹൈ സ്പീഡിൽ മെഷർ പോയിട്ട് കഴിഞ്ഞിട്ട് മെഷർ ചെയ്ത് കഴിഞ്ഞിരിക്കും. ഈവൻ ടൈം അപ്പിയേഴ്സ് ടു ബി റണ്ണിങ് സ്ലോ, ടൈം വരുന്നതിനുള്ളൂ പതുക്കെ മൂവുള്ളൂ പറഞ്ഞു. ഓക്കെ, സോ ഐൻസ്റ്റൈന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ടൈമും സ്പേസും എന്തല്ല, അബ്സല്യൂട്ട് അല്ല. ടൈമും സ്പേസും എന്താണ്, റിലേറ്റീവ് ആണ്. അതായത് നമ്മൾ മൂവ് ചെയ്യണത് ട്രാവൽ ചെയ്യണതനുസരിച്ച് എന്ത് ചെയ്യും, ടൈമും സ്പേസും എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഈ കൺസെപ്റ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇതിൽ തന്നെ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ഒക്കെ ഡെവലപ്പ് ചെയ്യും. അതായത് ഇപ്പൊ നമ്മൾ എക്സ് ഡാഷിനെ എക്സിന്റെ ടേമിലും ടി ഡാഷിനെ ടിയുടെ ടേമിലും എഴുതി നേരെ തിരിച്ചു എഴുതാം. അതായത് ടീനെ ടി ഡാഷിന്റെ ടേമിലും എക്സിനെ എക്സ് ഡാഷിന്റെ ടേമിലും എഴുതാം. നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നുള്ളൂ. ജസ്റ്റ് ഇതിന്ന് ടി ഈക്വൽ ടു പറഞ്ഞിട്ട് ടീനെ ടി ഡാഷ് ആക്കിയിട്ടും എക്സിനെ എക്സ് ഡാഷ് ആക്കിയിട്ട് മാറ്റി മതി, വേറെ പ്രത്യേകിച്ച് പഴുന്നില്ല. അത് നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നുള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എസ് എ പ്രതീക്ഷിക്കുന്ന സാധനമാണ്. ഓക്കെ, ശരി കേട്ടോ.